ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബയോളജിയുടെ പരിസ്ഥിതി എന്ന ടോപ്പിക്കിൽ പാർട്ട് 4 ആണ്. 4 വീഡിയോസോടുകൂടി പരിസ്ഥിതി എന്ന ടോപ്പിക്ക് ഇവിടെ തീരും. 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. അതേപോലെ ലാസ്റ്റായിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം ചെയ്തൊരു ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഏതാണെന്ന് 2015 ചോദിച്ചിരിക്കുന്നത്. ഏതായിരുന്നു അത്? ഇടിമിന്നലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമാണ്. അപ്പോൾ എന്താണ്? മുകളിൽ പറഞ്ഞവ എല്ലാം വരുന്നുണ്ട്. അതേപോലെ വരുന്ന ഒന്നാണ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി. ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി കൂട്ടത്തിൽ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, വെള്ളപ്പൊക്കം, സുനാമി. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വെള്ളപ്പൊക്കമാണെന്ന് വിചാരിക്കും, പക്ഷേ അത് എന്താണ് ആൻസർ? മലവെള്ളപ്പാച്ചിലാണ്. അതായത് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയും. പെട്ടെന്നുണ്ടാകുന്ന പ്രതിഭാസമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ പാറയൊക്കെ മൊത്തം ഉരുൾപൊട്ടൽ വീണ് വരത്തില്ലേ? അതായത് ഒത്തിരി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. 2019 ഉരുൾപൊട്ടൽ മലപ്പുറം ജില്ലയിലായിരുന്നു. അതേപോലെ 2012 ഉണ്ടായിട്ടുണ്ട്. 2019 കവളപ്പാറയിലുണ്ടായി. 2020 പെട്ടിമുടി ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ നടന്ന അപകടമൊക്കെ ഉരുൾപൊട്ടലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2019 ആഗസ്റ്റ് മാസം മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം എന്താണെന്ന്? കവളപ്പാറയിൽ ഉണ്ടായത് എന്തായിരുന്നു? ഓപ്ഷൻ ബി, ഉരുൾപൊട്ടലാണ്. നോക്കിക്കേ, എവിടെയൊക്കെയാണെന്ന് നോക്കിക്കേ. പ്രധാനമായിട്ട് ഉരുൾപൊട്ടൽ നടന്ന അമ്പൂരി, തിരുവനന്തപുരം. അതായത് 2001 ഉരുൾപൊട്ടൽ നടന്ന അമ്പൂരി എവിടെയാണെന്ന് ചോദിക്കാം. അതെവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. വെണ്ണിയാനി ഇടുക്കി ജില്ലയിലാണ്. പുല്ലൂരംപാറ കോഴിക്കോട് ജില്ലയിൽ. ചീയപ്പാറ ഇടുക്കിയാണ്. കവളപ്പാറ മലപ്പുറം 2019. പുത്തുമല വയനാട്. പുത്തുമല ഉരുൾപൊട്ടൽ നടന്ന എവിടെ? 2019. പെട്ടിമുടി ഇടുക്കി ജില്ലയിലാണ്. അത് 2020. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗ്ഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാര്? ആരാണത്? അത് ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. ഓപ്ഷൻ ബി, ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് സൂപ്പർ ബഗ്ഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയകളെ വികസിപ്പിച്ചത്. അതായത് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ മൈക്രോബയോളജിസ്റ്റാണ് ആരാ? ആനന്ദ് മോഹൻ ചക്രവർത്തി എന്ന് പറയുന്നത്. അതായത് 1971 കപ്പലിലുണ്ടാകുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാവുന്ന തടയാനായി ഉപയോഗിക്കുന്ന എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയയാണ് എന്തെന്ന് പറയുന്നത്? സൂപ്പർ ബഗ്. അതിനാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന് 1971 ഇതിന് പ്രത്യേക അംഗീകാരം ലഭിക്കുന്നത്. ഓക്കെ, അതേപോലെ പേറ്റന്റ് മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. അപ്പോൾ ആരാണ് ഹർഗോവിന്ദ് ഖൊറാന? ഹർഗോവിന്ദ് ഖൊറാന എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അമേരിക്കൻ ബയോകെമിസ്റ്റാണ്. 1968 വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചൊരു വ്യക്തിയാണ് ഹർഗോവിന്ദ് ഖൊറാന. അതായത് ഒളിഗോ ന്യൂക്ലിയോടൈഡുകൾ രാസപരമായി സമന്വയിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. ഒളിഗോ ന്യൂക്ലിയോടൈഡുകൾ രാസപരമായി സംയോജിപ്പിച്ചത്. ഓക്കെ, ആരാണ് അനിൽ കാക്കോദ്കർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആണവ ഭൗതിക ശാസ്ത്രജ്ഞനും മെക്കാനിക്കൽ എഞ്ചിനീയറുമാണ്. ആറ്റോമിക് എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിരുന്നു ഇദ്ദേഹം. ആരാണ്? ആറ്റോമിക് എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. ഇനി ആരാണ് അദിതി പന്ത്? ഇന്ത്യൻ സമുദ്ര ശാസ്ത്രജ്ഞയായിരുന്നു അദിതി പന്ത് എന്നത്. ഇന്ത്യൻ സമുദ്ര ശാസ്ത്രജ്ഞ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണെന്ന്? പദ്ധതിയാണ് എന്താ? തെളിനീരൊഴുകും നവകേരളം. ഈ ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിൻ്റെ കീഴിലാണ്? അതായത് ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? തെളിനീരൊഴുകും നവകേരളം. ഇത് ഏത് വകുപ്പിൻ്റെ കീഴിലാണ്? അത് ഓപ്ഷൻ ബി, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളാണ്.
ഓക്കെ, ഇനി അതേപോലെ കുറച്ച് മറ്റു പദ്ധതികളാണ് എന്താ, നിലവിലുള്ള പരമ്പരാഗത ജലസ്രോതസ്സുകൾ പുനരുജ്ജീവിപ്പിച്ചും സംരക്ഷിച്ചും പ്രാദേശിക ജലാശയങ്ങൾ നിറവേറ്റുന്ന പദ്ധതിയാണ് എന്താ, ജലവാഹിനി. ജലവാഹിനി എന്ന് പറഞ്ഞ എന്താണ്, അതായത് നിലവിലുള്ള പരമ്പരാഗതമായ ജലസ്രോതസ്സുകളെ പുനരുജ്ജീവിപ്പിച്ചെടുത്തിട്ട് അവയെ സംരക്ഷിക്കുന്നത്, അതിനെയാണ് ജലവാഹിനി എന്ന് പറയുന്നത്. എന്താണ് ഓപ്പറേഷൻ ജലധാര? ഓപ്പറേഷൻ ജലധാര അതായത് നഗരപ്രദേശങ്ങളിലെ തോടുകളിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യുന്നതിന് തിരുവനന്തപുരം ജില്ലയിൽ, എവിടെയാണ്, തിരുവനന്തപുരം ജില്ലയിലെ ജില്ലാ ഭരണകൂടം രൂപം നൽകിയതാണ് ഓപ്പറേഷൻ ജലധാര. ഇനി നെക്സ്റ്റ് ആണ് ഓപ്പറേഷൻ വാഹിനി എന്നത്. ഓപ്പറേഷൻ വാഹിനി എന്താണ്, എറണാകുളം ജില്ലയിലാണ് ഓപ്പറേഷൻ വാഹിനി വന്നത്. എറണാകുളം ജില്ലയിലെ പ്രധാന ജലാശയങ്ങളിലെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് ചെളിയും എക്കലും നീക്കം ചെയ്യുന്ന പദ്ധതിയാണ് എന്താ, ഓപ്പറേഷൻ വാഹിനി എന്നത്. ഇനി എന്താണ് നീരുറവ? നീരുറവ എന്നാൽ ജലവിതരണത്തിൻ്റെ സ്രോതസ്സുകളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ജല അതോറിറ്റി നടത്തുന്നത്. ആരാണ്? ജല അതോറിറ്റി നടത്തുന്നതാണ് നീരുറവ എന്ന പദ്ധതി. ജലവിതരണത്തിൻ്റെ സ്രോതസ്സുകളിൽ, അതായത് എല്ലായിടത്തും എന്താണ് കുറേ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അവിടെ എന്താണ് വെള്ളം എത്തിക്കുക, അതായത് അവിടുത്തെ ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടി അവർ നടത്തിയ പദ്ധതിയാണ് എന്ത്, നീരുറവ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല? നല്ലൊരു ക്വസ്റ്റ്യൻ ആയത് ഗാന്ധി ബോർഡ് LDCയിൽ ചോദിച്ച് നമുക്കൊരു LPUP ലെവലിലൊക്കെ ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ലൈക്കണുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിൻ്റെ സൂചകങ്ങളായി കണക്കാക്കാം. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിൻ്റെ സൂചകങ്ങളായി കണക്കാക്കാം. ഇത് ശരിയാണ്. വായുമലിനീകരണം കുറക്കുന്നതിന് വേണ്ടി കാറ്റലിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയില്ലാത്ത പെട്രോളാണ് ഉപയോഗിക്കേണ്ടത്. ഇതും ശരിയാണ്. എന്താണെന്ന് പറഞ്ഞുതരാം. കാറ്റലിറ്റിക് കൺവെർട്ടറുകൾ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്ന ലോഹമാണ് മെർക്കുറി. ഇതാണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ ഇവിടെ ശരി ഏതാണ്? 1ഉം 2ഉം. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അതായത് ഈ ലൈക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഗയും ഫംഗസും കൂടി ചേർന്നാണ് അല്ലേ. അതേപോലെ ലൈക്കൺ, അതേപോലെ മോസ്, ഇവയൊക്കെ എന്താണ്, വായുമലിനീകരണത്തെ സൂചിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതായത് സൾഫർ ഡയോക്സൈഡ് മൂലമുള്ള വായുമലിനീകരണം സംഭവിച്ചെടുത്ത് ഈ ലൈക്കണും മോസും തുടങ്ങിയ ഒരു സസ്യങ്ങളും എന്ത് ചെയ്യില്ല, വളരില്ല. അപ്പോൾ അവ ഒട്ടുമില്ലാത്ത സ്ഥലങ്ങൾ നമുക്ക് എന്താണ്, വായുമലിനീകരണമുള്ള സ്ഥലങ്ങളായിരിക്കും. സൾഫർ ഡയോക്സൈഡിൻ്റെ മൂലമുള്ള വായുമലിനീകരണമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതേപോലെ ഓട്ടോമൊബൈൽസിൽ മലിനീകാരിയായ നൈട്രജൻ ഓക്സൈഡുകളെ ദോഷകാരിയല്ലാത്ത നൈട്രജനാക്കി മാറ്റണം. അതായത് വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന എന്താണ്, നൈട്രജൻ ഓക്സൈഡുകളെയാണ്. അവയെ എന്താക്കി മാറ്റണം, നമുക്ക് ദോഷകരമല്ലാത്ത നൈട്രജനാക്കി മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന സാധനമാണ് എന്താ, കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈലുകൾ മലിനീകാരികളായ നൈട്രജൻ ഓക്സൈഡുകളെ നൈട്രജനാക്കി മാറ്റുന്നതാണ്. ഇനി അതിനായിട്ട് ഉപയോഗിക്കുന്ന, അതായത് ഈ വിഷവാതകങ്ങൾ പുറന്തള്ളുന്നതിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്ന കാറ്റലിക് കൺവെർട്ടറിൽ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് ഈ മെർക്കുറി തെറ്റാണ്. അവിടെ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് പ്ലാറ്റിനമുണ്ട്, പലേഡിയമുണ്ട്, അതേപോലെ റോഡിയമുണ്ട്. ഇവ 3ഉമാണ് ഉൾപ്രേരകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കാറ്റലിക് കൺവെർട്ടറിൽ ഘടിപ്പിച്ച വാഹനങ്ങളാണെങ്കിൽ അതിലെന്താണ്, പെട്രോള് ലെഡ് രഹിത പെട്രോൾ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ലെഡ് അടങ്ങിയ പെട്രോൾ ഉപയോഗിക്കാൻ പാടില്ല. ലെഡ് രഹിത പെട്രോൾ ആയിരിക്കണം അവയിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതായത് അപ്പോൾ എന്ത് സംഭവിക്കും, ഈ കാറ്റലിക് കൺവെർട്ടർ ഉണ്ടെങ്കിൽ പുറന്തള്ളപ്പെടുന്ന ഈ വിഷവാതകങ്ങൾ എന്തായിപ്പെടും, ഈ വിഷവാതകങ്ങൾ ഈ കൺവെർട്ടറിലൂടെ കടത്തിവിടുമ്പോഴേക്കും നമ്മൾ ഉപയോഗിക്കാത്ത ഹൈഡ്രോ കാർബണുകളെ എന്താക്കി മാറ്റും, അത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാക്കി മാറ്റും. അതാണ് കാറ്റലിക് കൺവെർട്ടറിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകങ്ങളാണ് പ്ലാറ്റിനം, പലേഡിയം ആൻഡ് റോഡിയം എന്നത്. ഓക്കെ, അതേപോലെ വായുവിലെ കണികകളായ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന ഫലവത്തായ വേറൊരു ഉപകരണമുണ്ട്. അവയാണ് എന്ത്, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് കാറ്റലിക് കൺവെർട്ടർ എന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ, താഴെ തന്നിരിക്കുന്നവയിൽ അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് ജലമലിനീകരണം, ഭൂമി മലിനീകരണം, ശബ്ദ മലിനീകരണം, വായു മലിനീകരണം. നമുക്കറിയാം അല്ലേ, അമ്ലമഴ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ
ആൻസർ വായു മലിനീകരണമാണ്. അതായത് നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങളൊക്കെ കത്തിക്കുമ്പോഴേക്കും പുറത്തേക്ക് വരുന്ന സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അമ്ലവാതകങ്ങൾ ഈ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയും അത് മഴയായിട്ട് വരുമ്പോഴേക്കും അവ അതിൻ്റെ ഒപ്പം മഴവെള്ളത്തിൽ ലയിച്ച് വരും. അതിനെയാണ് നമ്മൾ അമ്ലമഴ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഏതാണ്? വായു മലിനീകരണമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഗോളതാപനത്തിന് കാരണമായ വാതകം ഏതാണെന്ന്? ഏതാണ് ആഗോളതാപനത്തിന് കാരണമായ വാതകം? അത് ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എന്താണ് ആഗോളതാപനം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളെ ഭൂമിയിലേക്ക് വരുന്ന ഭൗമവികിരണങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമി അകത്തേക്ക് അതിനത് വലിച്ചെടുത്ത് വെക്കും, അതിനെ പുറത്തേക്ക് വിടത്തില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആഗോളതാപനം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, അവിടെ ചൂട് കൂടിക്കൊണ്ടിരിക്കും. സാധാരണയായിട്ടുള്ള ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ട്, മീതെയിൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, ഓസോൺ ഉണ്ട്. ഇവയൊക്കെയാണ് സാധാരണ ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഹരിതഗൃഹ വാതകം എന്ന് ചോദിച്ചാൽ ഏതാണത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്നുണ്ടാകുന്ന സംയുക്തമാണ് എന്ത്? കാർബമിനോ ഹീമോഗ്ലോബിൻ. എന്താണ് കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ ശരിയായ രീതി എന്ത്? പ്ലാസ്റ്റിക്കാണ് എന്താണ് ചെയ്യേണ്ടത്? കത്തിക്കുക, കുഴിച്ചു മൂടുക, വലിച്ചെറിയുക, പുനരുപയോഗം നടത്തുക. എന്തായിരിക്കാം? നമുക്കറിയാമല്ലേ, പുനരുപയോഗിക്കാം, റീസൈക്കിൾ ചെയ്യാൻ പറ്റണം മാക്സിമം. അങ്ങനെ അപ്പോഴേ എന്ത് ചെയ്യുന്നുള്ള കാര്യം, ഇവയൊന്നും എന്താണ് ഒരിക്കലും മണ്ണിൽ ലയിച്ചു പോകത്തില്ല. കാര്യം നമ്മുടെ സാധാരണയായിട്ട് മാലിന്യങ്ങളെ 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് എന്താണ്, ബയോഡീഗ്രേഡബിൾ എന്ന് പറയും, അതായത് ജീർണിക്കുന്നത്. പിന്നെന്താണ്, റീസൈക്ലബിൾ, എന്താണ് പുനരുപയോഗിക്കാൻ കഴിയുന്നവ. മൂന്നാമത്തെ എന്താണ്, ഒരിക്കലും നോൺ ബയോഡിഗ്രേഡബിൾ, ജീർണിക്കാത്തവയെന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യത്തെ പുനഃചംക്രണം ചെയ്തുണ്ടാക്കുന്ന വസ്തുവെ അറിയപ്പെടുന്ന പേരാണ് എന്താ? പോളിബ്ലെൻഡ്. പോളിബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്റ്റിക്കിനെ പുനഃചംക്രമണം ചെയ്ത് ഉണ്ടാക്കുന്ന വസ്തുവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. ഇനിയും നമ്മുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നു, അതും കൂടി പറഞ്ഞേക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ എന്താണ് തെറ്റായതെന്നായിരുന്നു അതിൽ ക്വസ്റ്റ്യൻ. ഞാനത് ശരിയായത് വെച്ചിട്ടാണ് പറഞ്ഞത്, പക്ഷെ എന്നിട്ടും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ് തെറ്റായത്? തെറ്റ് എപ്പോഴും നമുക്ക് എക്സാം ഹാളിലും തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്. അവരെന്താണ് ചോദിക്കുന്നത് എന്നുള്ളത്, തെറ്റാണോ ശരിയാണോ എന്നുള്ളതായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അത് നമ്മുടെ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ശരിയെന്നൊരു വന്നു കഴിഞ്ഞാൽ നമ്മളത് അവിടെ തെറ്റിച്ച് കളയും. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദപരമാണ്. അപ്പം ഇതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കണം. പക്ഷെ അതെന്താണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളല്ല ആശ്രയിക്കേണ്ടത്, പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സുകളെയാണ് ആശ്രയിക്കേണ്ടത്. അതായത് പാരമ്പര്യ ഇതരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സോളാർ, അതേപോലെ കാറ്റ് എന്നിവയാണ്. അപ്പോൾ ഇതെന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. പിന്നെ ഞാനിതും പറഞ്ഞിരുന്നു തെറ്റാണെന്ന്, സുസ്ഥിര വികസനത്തിന് താപവൈദ്യുതി പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കണമെന്നത്. സോ ഇവിടെ തെറ്റായ പ്രസ്താവന ചോദിക്കുമ്പോഴേക്കും ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രമാണ്. ഓക്കെ, ഇതിൽ തിരിഞ്ഞു പോകരുത്, കാര്യം പറഞ്ഞപ്പോഴേക്കും അതിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.